ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം നഗരസഭ പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ പരമ്പരാഗത മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങി. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പരമ്പരാഗത മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ 2ാം ഘട്ട നടപടികൾ തുടങ്ങി. കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയുടെ നേതൃത്വത്തിലാണ് യന്ത്ര സഹായത്താൽ മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുന്നത്. ഇതിനായി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചു. പ്ലാന്റിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുക. 1.64 കോടി രൂപ ചെലവഴിച്ച് 3 മാസത്തിനകമാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. 20 അടിയിലേറെ ഉയരത്തിലാണ് പ്ലാന്റിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 9,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കിയിരുന്നു. പ്ലാന്റിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നടപടി വേണമെന്നായിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മാലിന്യ നീക്കം. 1990കളുടെ തുടക്കത്തിലാണ് ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാല മാറിയത്. ആദ്യകാലത്ത് ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടന്നിരുന്നത്. കാലങ്ങളായി കുന്നുകൂടിയിട്ടുള്ള അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തി കഴിഞ്ഞ വർഷം നഗരസഭ നടപ്പാക്കിയിരുന്നു. ബാക്കിയുള്ള 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. പ്രസ്തുത സ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയും വൈസ് ചെയർമാൻ കെ രാജേഷ്, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ് തുടങ്ങിയവർ സന്ദർശിച്ചു. മൊബൈൽ ഹെൽത്ത് കെയർ പദ്ധതിക്ക് മങ്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ആയുർവേദ മൊബൈൽ ഹെൽത്ത് കെയർ പദ്ധതി മങ്കര ഗ്രാമപഞ്ചായത്തിലും നടപ്പാക്കുന്നു. 1 വർഷം നീളുന്ന സൗജന്യ ആയുർവേദ ചികിത്സാ സൗകര്യങ്ങൾ ഇനി മങ്കര പഞ്ചായത്തിലെ രോഗികൾക്കും ലഭിക്കും. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ SC സബ് പ്ലാൻ പദ്ധതിയിൽ ചെറുതുരുത്തി പഞ്ചകർമ്മ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചവരെ തിരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രത്തിൽ വെച്ച് പരിശോധനയും ചികിത്സയും ലഭിക്കുമെന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. ചെറുതുരുത്തിയിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമായ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് മങ്കരയിലെ ആരോഗ്യ രംഗത്ത് പുതിയ ഒരു കാൽവെപ്പിന് 12-ാം തീയതി വെള്ളിയാഴ്ച തുടക്കം കുറിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനത്തിൽ നിന്നും ഡോക്ടർ ശ്രീലതയും ഫാർമസിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മങ്കര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും വരുന്ന 1 വർഷക്കാലം സ്ഥിരമായി ക്യാമ്പുകൾ നടത്തുകയും രോഗികളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ മരുന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ കേന്ദ്രങ്ങളിൽ വെച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. 2 ഡോക്ടർമാരും അതുപോലെ തന്നെ ഫാർമസിസ്റ്റും മരുന്നുകളും ഉൾപ്പെടെ ഇവർ ഓരോ സെന്ററുകളിലും എത്തുകയാണ്. രോഗികളെ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ 1 വർഷക്കാലം മരുന്ന് ആവശ്യമാണെങ്കിൽ അത് നൽകും. അല്ല അവർക്ക് കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പഞ്ചകർമ്മയിൽ അതിന് വേണ്ട സംവിധാനവും ഒരുക്കുകയാണ്. ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റിന്റെ കാലാവധി കഴിഞ്ഞാലും രോഗികൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന പക്ഷം പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മരുന്ന് വാങ്ങും. ഇതൊക്കെ പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ മുഖ്യ ഫണ്ട് എന്ന് പറയുന്നത് STSP ഫണ്ട്
ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും മങ്കര ഗ്രാമപഞ്ചായത്തിലും തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾക്കും ഒക്കെ ഇതൊരു സഹായകമായി മാറും. എല്ലാ ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണ ഈ കാര്യത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ചെലവാക്കി ഡോക്ടറുടെ നേതൃത്വത്തിൽ അവരിവിടെ വരുമ്പോൾ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഈ ട്രീറ്റ്മെന്റ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ആയുർവേദത്തിന്റെ സമാനമായ രീതിയിലുള്ള മരുന്നുകളാണ് ഒഴിച്ചിലും അതുപോലുള്ള ധാര തുടങ്ങിയ എണ്ണ, തൈലം തുടങ്ങിയ രീതിയിൽ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നുകളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. കൂടാതെ മരുന്നും ചികിത്സയും ഇവിടെ സൗജന്യമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഒറ്റപ്പാലം ടൗൺ യൂണിറ്റ് 32ാം വാർഷിക പൊതുയോഗം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഒറ്റപ്പാലം ടൗൺ യൂണിറ്റിന്റെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കുടിശ്ശികകളടക്കം നിരവധി അടിയന്തര ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പെൻഷൻകാരും ഒരുമിച്ച് നിന്ന് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സദാശിവനായ ലേഖനത്തിൽ അതിൽ പറയുന്നുണ്ട്, പത്രക്കാരൻ കേരളത്തിൽ പത്രക്കാരൻ പറഞ്ഞാൽ എഞ്ചിനുകൾക്ക് ഇത്ര വാരി കൊടുക്കും, ഇതിന്റെ പകുതി പൈസ തന്നാൽ 15,000 കോടി രൂപ കേന്ദ്രം പേരമരോടും ചെലവാകുന്ന 19 ശമ്പള പെൻഷനാണ്. 6,000 കോടി രൂപ ഞങ്ങളെ ഏൽപ്പിച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്ക് 10,000 രൂപ പെൻഷൻ കൊടുക്കാന്നാണ് ആ പത്രക്കാരൻ കേരളത്തിന്റെ പ്രമുഖ പത്രം സദാശിവനായ ലേഖനത്തിൽ പറഞ്ഞത്. അപ്പൊ നമുക്കെതിരായി വലിയ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തി. ഒരു പള്ളിയിലച്ചൻ പറഞ്ഞത് എഴുതിയില്ല, പള്ളിയിലച്ചൻ ഇടപെടുന്ന കാര്യം തന്നെ. യൂണിറ്റ് സെക്രട്ടറി AC കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TP വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി AC കൃഷ്ണൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ യൂണിറ്റ് ട്രഷറർ PJ സെബാസ്റ്റ്യൻ വരവ് ചെലവ് കണക്കുകളും, ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി സംഘടനാ റിപ്പോർട്ടും, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് T ചാമി തെരഞ്ഞെടുപ്പ് വരണാധികാരി പ്രമേയങ്ങളും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NP കോമളം പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജനുവരി 19 മുതൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ പ്രദർശനത്തിനായെത്തും. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളുടെ കഥ ദൃശ്യവൽക്കരിക്കുന്ന നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നു. 2019 നവംബറിൽ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിലും കോവിഡ് പ്രതിസന്ധികൾ മൂലം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി സാധിച്ചില്ല എന്നതിനാലാണ് വീണ്ടും ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനായി അണിയറ പ്രവർത്തകർ തയ്യാറായത്.
ജനുവരി 19 മുതൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം. കോളേജ് അധ്യാപകൻ കൂടിയായ രവീന്ദ്രൻ വൈരങ്കോട് തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ മുൻ ആരോഗ്യമന്ത്രി VC കബീർ, തമിഴ് മലയാള സിനിമകളിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സന്തോഷ് സരസ്, ഹരീഷ് പള്ളിക്കം, പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ രാജേഷ് കുഞ്ചൻ സ്മാരകം, സ്വാതന്ത്ര്യ സമര സേനാനി കണ്ണൻ നീലേശ്വരം, മജീഷ്യൻ സുധീർ മാടകത്ത്, ശങ്കരൻ നമ്പൂതിരി, ബച്ചൻ കാഞ്ഞങ്ങാട്, സുന്ദർ കെ ആചാരി, വിനോദ് ഗുരുവനം, ജോയ് NV, ജയരാജ്, രാകേഷ് ഏലംകുളം, ഇന്ദ്രജിത്ത്, അജയ് ലാൽ, സൂരജ് വാഴംകുന്നത്ത്, വൈഷ്ണവി, ഉണ്ണിമായ, ആതിര, സുകന്യ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത്. ബാലതാരങ്ങളായി അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ്, ദേവയാനി, അക്ഷര, ജോസ്, അക്ഷയ്, കാർത്തിക് വള്ളത്തോൾ തുടങ്ങിയവരും വേഷമിടുന്നു. പ്രവീൺ സുമേര ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സംവിധായകന്റെ തന്നെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകനായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിശ്വൻ പെരുകമനയും, പശ്ചാത്തല സംഗീതം എടപ്പാൾ ജോയ് മാധവനും, വസ്ത്രാലങ്കാരം വിപിൻ, ലളിത ബാലകൃഷ്ണൻ തുടങ്ങിയവരും കൈകാര്യം ചെയ്തിരിക്കുന്നു. റീന പാലക്കാട്ടാണ് ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ 7-ലധികം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രിയേഷ് നീലേശ്വർ, പ്രസീത പരമേശ്വർ, സാന്ദ്ര ദേവരാഗം, ദേവയാനി രാജൻ, ജയകുമാർ, ഉമേഷ്, ലിമേഷ്, ജ്യോതിക, സുരേഷ് നാരായണൻ, തൃഷ്ണ, അമൃത, മായ ബിപിൻ ദാസ്, സോനു വർഗീസ്, ശ്രീലക്ഷ്മി സുരേഷ് എന്നിവരാണ്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു വേറിട്ട ശബ്ദമാകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ഈ ചിത്രം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട് പറഞ്ഞു. കേരളത്തിൽ രൂപം കൊണ്ട നവജീവൻ നവകലാകേന്ദ്രം എന്ന കലാസംഘടന, ആ സംഘടന 2005 മുതൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് 2016 ആയപ്പോഴേക്കും സിനിമ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള സൗകര്യമൊരുക്കി നവജീവൻ്റെ സ്വന്തം ആർട്ടിസ്റ്റുമാരെ ഉൾക്കൊണ്ടുകൊണ്ട് പുതുമുഖങ്ങൾക്ക് പരമാവധി അവസരം നൽകിക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. നവജീവൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന ഈ സിനിമയുടെ കോർഡിനേറ്റർ കൂടിയായ മജിഷ്യൻ അഡ്വക്കേറ്റ് സുധീർ മാടകത്ത്, അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുകയും ഈ സിനിമയിൽ ആത്മഹത്യക്കെതിരെയും മദ്യമയക്കുമരുന്ന് വിപത്തിനെതിരെയും ശക്തമായ ബോധവൽക്കരണം മേജിക്കിലൂടെ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സിനിമ കേരള ജനതയ്ക്ക് ഉതകുന്നതായിരിക്കും. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുവാനുള്ള ശേഷി നേടുന്നതിന് വിദ്യാർത്ഥി സമൂഹം ഈ സിനിമ കാണണം, ഇതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നവജീവൻ ഫിലിംസിന് വേണ്ടി പറയാനുള്ളത്. ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ചിന്തയോടുകൂടിയാണ് ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഗീത സംവിധായകൻ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് പറഞ്ഞു. മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനോട് ഒന്ന് ബന്ധമില്ലാത്ത രീതിയിലാണ് പാട്ടുകളുടെ ട്യൂൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ ഈ പാട്ടുകളിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഇത്രയും പാട്ടുകളോ എന്നുള്ളൊരു തോന്നൽ സിനിമ കാണുമ്പോൾ വരില്ല. എന്തു മനോഹരം കാഴ്ചയും അതിമോഹനം, ദൈവമേ നിൻ സൃഷ്ടിയത്ര കാണുവാൻ മനോഹരം. നവജീവൻ ഫിലിംസ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നിർവഹിക്കുന്ന ഈ സിനിമ ജനുവരി 19 ഒറ്റപ്പാലത്ത് പ്രദർശനം ആരംഭിക്കുമ്പോൾ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും പിന്തുണ നവജീവന്റെ സിനിമാ സംരംഭത്തിന് ഉണ്ടാവണമെന്ന് സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട്, ചിത്രത്തിലെ അഭിനേതാവും സംഗീത സംവിധായകനുമായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ്, നവജീവൻ ആർട്സ് തിരൂർ മേഖല ഭാരവാഹി കുഞ്ഞീസു ആയപ്പള്ളി, നവജീവൻ തൃശൂർ ജില്ലാ ഭാരവാഹി മുരളി പൊറ്റേക്കാട്, ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാകേഷ് ഏലംകുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നലകത്ത്, KK സാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, K കബീർ, KC അബ്ദുൾ റഹ്മാൻ, K കൃഷ്ണനുണ്ണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TM ഷിഹാബുദ്ദീൻ, കൗൺസിലർമാരായ PT രാധ, M ഗോപൻ, നേതാക്കളായ B ജിത്തു, പാഞ്ചാലി, രമാ രവീന്ദ്രൻ, N വിജയകുമാർ, മുഹമ്മദ് സ്വാലിഹ്, M അബ്ദുൾ അൻഷിഫ്, സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ ISA പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ LED വാൾ സ്ഥാപിച്ചു. ജൽജീവൻ മിഷൻ ISA പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിറർ സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ച് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ ശാക്തീകരണ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ജൽജീവൻ മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയുന്നതിന് പഞ്ചായത്ത് ഓഫീസിൽ LED വാൾ സ്ഥാപിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ പദ്ധതി കഴിഞ്ഞ വർഷമാണ് തുടക്കം കുറിച്ചത്. മിറർ എന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട പബ്ലിസിറ്റികളും ഓർഗനൈസിലും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഭാഗമായി വാർഡ് തല കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അതിൻ്റെ സമാപന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. 9.5 വാർഡുകളിലും പൈപ്പ് ലൈനിൻ്റെ പണി 3/4 ഭാഗവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഡിസ്പ്ലേ ബോർഡ് ജലജീവൻ മിഷന്റെ കൂടി പരസ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളും ഈ ഡിസ്പ്ലേ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജലത്തിന്റെ അമൂല്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് 14 വാർഡുകളിലും അതിൻ്റെതായിട്ടുള്ള പരസ്യ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, K മല്ലിക, മെമ്പർമാരായ KL ചന്ദ്രിക, K അനിത, രതീഷ് കുമാർ, വിനോദ് കുമാർ, ISA കോർഡിനേറ്റർ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ കായിക താരങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക താരങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഒരു ടർഫ് ഫുട്ബോൾ മൈതാനത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗാലറിയോട് കൂടിയിട്ടുള്ള ഒരു ഫുട്ബോൾ മൈതാനം അല്ല ടർഫ് മൈതാനം, അതിന് ചുറ്റും നടപ്പാത ഉൾപ്പെടെയുള്ള സൗകര്യത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ടർഫ് മൈതാനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണി തീർക്കാൻ കഴിയും എന്ന നിലയിലാണ് പ്രവർത്തനം നടന്നു വരുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ്. സ്പോർട്സ് ക്ലബ്ബ് അങ്ങനെ തുടങ്ങിയ ചെറുപ്പക്കാരെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പദ്ധതികളാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് പരമാവധി പ്രദേശങ്ങളിൽ മൈതാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 6000 രൂപ വില വരുന്ന കിറ്റാണ് സ്പോർട്സ് ക്ലബിന് വിതരണം ചെയ്തത്. സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന തെളിമ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും അധികം പരാതി ലഭിച്ചത് ഒറ്റപ്പാലം താലൂക്കിൽ. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതി പ്രകാരം ജില്ലയിൽ കൂടുതലായി ലഭിച്ചത് തെറ്റുതിരുത്താനുള്ള പരാതികൾ. ജില്ലയിലെ റേഷൻ കടകളിൽ സ്ഥാപിച്ച പരാതി പെട്ടികളിൽ നിന്ന് ഒരു മാസം ലഭിച്ച 1024 പരാതികളിൽ 611 പരാതികളും പേരുൾപ്പെടെയുള്ളവ തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് താലൂക്ക് അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം താലൂക്കിലാണ്. 266 പരാതികളാണ് ലഭിച്ചത്. എന്നാൽ പദ്ധതി പൊതുജനങ്ങൾ കാര്യമായി ഉപയോഗിച്ചില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. പാലക്കാട് 935 റേഷൻ കടകളാണുള്ളത്. ഇത്രയും കടകളിൽ നിന്നാണ് 1024 പരാതികൾ ലഭിച്ചത്. പല റേഷൻ കടകളിലെ പരാതിപ്പെട്ടികളും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയാണ് പരാതിപ്പെടാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയത്. മുൻഗണനാ വിഭാഗത്തിന് അർഹരായിട്ടും പൊതുവിഭാഗത്തിൽ തുടരുന്നവരുടെ നിരവധി പരാതികളും പെട്ടികളിലുണ്ട്. 392 പേരാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഇവരുടെ പരാതികളിൽ സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തും. വരുമാനവും ആസ്തിയും ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും പരിഗണിക്കുക. തുടർന്ന് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തി അവരെ പൊതുവിഭാഗത്തിലേക്ക്
മാറ്റിയ ശേഷം വരുന്ന ഒഴിവുകളിലേക്കാണ് പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുക. മുൻഗണനാ വിഭാഗത്തിൽ ചിലർ അനർഹരായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് കാണിച്ച് 16 പരാതികളും വിവിധ റേഷൻ കടകളിലെത്തി. ഈ പരാതികളിലും അന്വേഷണം നടക്കും. അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ഇതുവരെ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ വിപണി വിലയും പിഴയും ഈടാക്കിയ ശേഷം പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, furniture, home appliances, mobile phone, laptop, computer and accessories. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. ദിവസേന നിരവധി കേസുകളാണ് ചെർപ്പുളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും അധികവും കൗമാരക്കാരാണെന്നത് ആശങ്ക ഉയർത്തുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ബസ് സ്റ്റാൻഡിന്റെയും പരിസരത്തെ ആളൊഴിഞ്ഞ ഭാഗങ്ങളാണ് സംഘം വിൽപ്പനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. ഷൊർണൂർ, ഒറ്റപ്പാലം, പട്ടാമ്പി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലേക്ക് ഒരേ ദൂരമായതുകൊണ്ട് ലഹരി വിൽപ്പന സംഘം ചെർപ്പുളശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിലൂടെ ലഹരി എത്തിച്ച് വല്ലപ്പുഴ, കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വഴി ചെർപ്പുളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ് ഇത്തരം സംഘങ്ങളുടെ രീതിയെന്ന് പോലീസും എക്സൈസും കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവും രാസലഹരികളും ഇത്തരത്തിൽ എത്തുന്നുണ്ട്. 10 കിലോമീറ്ററിന് താഴെയാണ് ഈ സ്റ്റേഷനുകളിൽ നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്കുള്ള ദൂരം. കാര്യമായ പരിശോധനയില്ലാതെ ചെർപ്പുളശ്ശേരിയിലേക്ക് എത്താമെന്നതാണ് ഈ വഴി തിരഞ്ഞെടുക്കാൻ കാരണം. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ഭിന്നശേഷി വിഭാഗം സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ചടങ്ങിൽ പ്രസിഡന്റ് അറിയിച്ചു. കൂടുതൽ ക്ഷേമപരമായ പ്രവർത്തനങ്ങളുമായി വരും പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 100-ലധികം പേർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാന്ത നന്ദി അറിയിച്ചു. ദേശീയ യുവജന വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ദേശീയ യുവജന വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയ ആദർശങ്ങൾ പുതിയ തലമുറ ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. കോളേജ് അധ്യാപകൻ K. ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ പ്രസീത, നിഷ ശശികുമാർ, നെഹ്റു യുവകേന്ദ്രം ജില്ലാ യൂത്ത് ഓഫീസർ ബിൻസി, പ്രോഗ്രാം ഓഫീസർ കർപ്പകം, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ സരള എന്നിവർ സംസാരിച്ചു. ദേശീയ യുവജന വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ജനുവരി 18 വരെയാണ് ദേശീയ യുവജന വാരാഘോഷം. പെരായിരെ ഉമാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടന്നു.
പിരായിരി ഉമാനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടന്നു. ഉമാനഗർ കോളനിയിൽ വെച്ച് നടന്ന പരിപാടി പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാംപ്രകാശ് സ്വാഗതം പറഞ്ഞു. വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി മുഖ്യാതിഥിയായി. പിരായിരി ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ രമ ചിദംബരൻ, FREP സെക്രട്ടറി VKR പ്രസാദ്, ഉമാനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ രാമകൃഷ്ണൻ, K വാസുദേവൻ, രാജൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ചിത്രനാരായണൻ നന്ദി അറിയിച്ചു. തുടർന്ന് കോളനിയിലെ അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും മാജിക് ഷോയും നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാടശേഖരങ്ങൾക്ക് പമ്പ് സെറ്റ് വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാടശേഖരങ്ങൾക്ക് പമ്പ് സെറ്റ് വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി PP സുമോദ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പാടശേഖരങ്ങൾക്കും പമ്പ് സെറ്റുകൾ വിതരണം ചെയ്യുന്നതിന് 2023-24 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത്. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VS പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ബ്ലോക്ക് അംഗങ്ങളായ കൃഷ്ണകുമാർ, PV പ്രിയ, MT ഗീത, മാർക്കറ്റിംഗ് ഓഫീസർ റിസമോൾ സൈമൺ, GEO K പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി ഒരിടവേള.